ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പം ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സും ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കയറി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് സെക്കൻഡ് യൂണിറ്റ് നോക്കാം. ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്താണ് യൂണിറ്റിൻ്റെ പേര്. എന്താണ് വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞാൽ? ഡ്രീംസ് സ്വപ്നങ്ങൾ അല്ലേ. വിങ്സ് എന്തുവാ? ചിറകുകൾ. എന്താണ് വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്വപ്നങ്ങളുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ അല്ലേ. എന്താണ് സ്വപ്നങ്ങൾക്ക് എന്ത് വേണം? ചിറക് വേണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഇനി അടുത്ത അവിടെ ഒരു APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. എന്താണ്? സ്വപ്നങ്ങൾ എന്തായിട്ട് മാറുന്നു? ചിന്തകളായിട്ട് മാറുന്നു. അതുപോലെ ചിന്തകൾ എന്തിലേക്ക് നയിക്കുന്നു? ആക്ഷൻ, പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. അല്ലെങ്കിൽ ചിന്തകളുടെ ബലമാണ് എന്തായിട്ട് മാറുന്നത്? പ്രവൃത്തിയായിട്ട് മാറുന്നത്. പിന്നെ ഇനി അടുത്ത ഡോർവേ എന്ന് പറഞ്ഞൊരു ഇത് തന്നിട്ടുണ്ട്. അവിടെ എന്താണ്? 2 ട്രെയിനിൻ്റെ ചാപ്റ്റേഴ്സ് അല്ല, പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ 2 ട്രെയിനിൻ്റെയും വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അത് രണ്ടും എന്ത് തരം ട്രെയിനാണ്, അങ്ങനെ കുറച്ച് ചോദ്യങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഡു യു ദീസ് ട്രെയിൻസ് ഹാവ് എനി ഡിഫറൻസ് എക്സ്പ്ലെയിൻ. എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങളിതിൽ കാണുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് എൻജിൻ ട്രെയിനും മറ്റൊന്ന് ഇലക്ട്രിക് ട്രെയിനുമാണ്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ. നിങ്ങൾ എപ്പോഴും ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? മൂന്നാമത്തത്, വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേണി. നിങ്ങളുടെ ട്രെയിൻ ജേണിയെ പറ്റിയുള്ള എക്സ്പീരിയൻസ് പറയാനാണ്. ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നമുക്കൊരു സ്റ്റോറി ഉണ്ട്. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. ലിറ്റിൽ എൻജിനെ കൊണ്ട് കഴിയും. ദാറ്റ് കുഡ് എന്ന് പറഞ്ഞാൽ കഴിയും. ഇതാണ് നമുക്കുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. നൗ റീഡ് അബൌട്ട് ദ ജേണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. ആരുടെ ജേണിയാണ്? ഒരു ചെറിയ ട്രെയിനിൻ്റെ ജേണിയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് പാഠം നോക്കാം. The little train runs along the tracks. She was a happy little train. ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്യാണ്? റാൻ അലോങ് ദ ട്രാക്സ് എന്തുവാ? ട്രെയിൻ പോണ വഴിയാണ്. അപ്പം ആ ട്രാക്കിലൂടെ ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്യാണ്? പോവുകയാണ്. ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. എന്താണ്? അവള് വളരെ സന്തോഷവതിയായ ഒരു ട്രെയിനാണ്. ഹെർ കാർസ് വെയർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. കാർസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ബോഗിയാണ് കേട്ടോ. അപ്പം ആ ട്രെയിനിൻ്റെ ബോഗി നിറച്ച് എന്താണ്? ഫുൾ ഓഫ് ഗുഡ് തിങ്സ്, നല്ല സാധനങ്ങളാണ്. ആർക്ക് വേണ്ടിയിട്ടുള്ള? ബോയ്സ് ആൻഡ് ഗേൾസ്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എന്ത്? ആ ട്രെയിനിൻ്റെ അകത്ത്, ട്രെയിനിൻ്റെ ബോഗിയിലുള്ളത്. There were all kind of toy animals. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? എല്ലാ തരത്തിലുള്ള ടോയ് കളിപ്പാട്ടങ്ങളുണ്ട്. ആനിമൽസിൻ്റെ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആനിമൽസിൻ്റെ കളിപ്പാട്ടങ്ങൾ അതിലുണ്ട്. പിന്നെ എന്താണ്? ജിറാഫ് വിത്ത് ലോങ് നെക്സ്. വലിയ കഴുത്തുകളുള്ള ജിറാഫ് ഉണ്ട്. ടെഡി ബിയേഴ്സ് ഉണ്ട് വിത്ത് നോ നെക്സ്. ടെഡി ബിയേഴ്സിന് എന്താണ്? വലിയ നെക്കില്ലല്ലോ, അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ആൻഡ് അവന് ബേബി എലിഫൻ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. There were all kind of dolls too. അതുപോലെ എന്താണ്? പാവക്കുട്ടികളും. ഈ കളിപ്പാട്ടങ്ങളെ പോലെ തന്നെ എന്തുമുണ്ട്? പാവക്കുട്ടികളും ഉണ്ട്. ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ. എന്താണ്? നീലക്കണ്ണും അതുപോലെ യെല്ലോ ഹെയർ, മഞ്ഞ മുടിയുമുള്ള പാവക്കുട്ടിയുണ്ട്. ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ. ബ്രൗൺ കളറിലുള്ള കണ്ണും അതുപോലെ ബ്രൗൺ കളറിലെ തലമുടിയുമുള്ള പാവക്കുട്ടിയുണ്ട്. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സാ. നിങ്ങൾ എപ്പോഴും ക്ലൗൺ എന്ന് പറഞ്ഞാൽ ജോക്കറാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തമാശകരനായ ഒരു ജോക്കറും എന്തിലുണ്ട്? നമുക്കിതിൽ കാണാനായിട്ട് കഴിയും, ആ ബോഗിക്കകത്ത്. There were toy trucks, airplanes and boats. അതുപോലെ ട്രക്കിൻ്റെയും എയറോപ്ലെയിൻ്റെയും ബോട്ട്സിൻ്റെയും ഒക്കെ കളിപ്പാട്ടങ്ങൾ അതിലുണ്ട്. There were picture books, games and drums to play. അതിൻ്റെ അകത്ത് പിക്ചർ ബുക്ക് ഉണ്ട്, കളിക്കാനുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്. അതുപോലെ ഡ്രം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള ചെണ്ടകളുണ്ട്. അങ്ങനെ എല്ലാ തരം കളിപ്പാട്ടങ്ങളും നിറഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ ബോഗി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്
പേജ്. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് എവറി കൈൻഡ് ഓഫ് ടോയ് ദാറ്റ് ബോയ് ഓർ ഗേൾസ് വുഡ് പ്ലേ വിത്ത്. അപ്പം ഈ ലിറ്റിൽ ട്രെയിൻ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ആൾ. എന്താണ്? അത് മാത്രമല്ല അതിലുള്ളത്. പിന്നെ എന്താണുള്ളത്? ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. അവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണങ്ങളും എന്ത് ആ ട്രെയിനിൻ്റെ അകത്ത് ഉണ്ട്. ബിഗ് റൗണ്ട് ഓറഞ്ച്. വലിയ എന്താണ് ഓറഞ്ച് ഉണ്ട്. അതുപോലെ ഫാറ്റ് റെഡ് ആപ്പിൾസ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പമുള്ളതെന്ന് തന്നെയാണ് ഉദ്ദേശം. അങ്ങനെ ചുമന്ന ആപ്പിളുകളുണ്ട്. അതുപോലെ ലോങ് യെല്ലോ ബനാനാസ്. നീളമുള്ള മഞ്ഞ പഴങ്ങളുണ്ട്. ഫ്രഷ് കോൾഡ് മിൽക്കുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൽക്കുണ്ട്. തണുത്ത പാലുണ്ട്. അതുപോലെ ലോലിപോപ്പ് മിഠായി ഉണ്ട്. ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. ഡിന്നറിന് ശേഷം കഴിക്കാൻ പോകുന്ന ലോലിപോപ്പ് മിഠായികൾ. അങ്ങനെ എല്ലാ ഭക്ഷണവും അതിൻ്റെ അകത്തുണ്ട്. The little train was taking all these good things to the other side of the mountain. ലിറ്റിൽ ട്രെയിൻ പറയുകയാണ് എന്താണ് ലിറ്റിൽ ട്രെയിൻ കൊണ്ടുപോകുന്നത് ആർക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? ഓൾ ദീസ് ഗുഡ് തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൈൻ. മലയുടെ അപ്പുറത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ നല്ല സാധനങ്ങളെല്ലാം കൊണ്ട് പോകുന്നത്. ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. എന്നെ കാണുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാവും എന്ന് ലിറ്റിൽ ട്രെയിൻ പറയാണ്. ദേ വിൽ ലൈക്ക് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദാറ്റ് ഐ ആം ബ്രിങ്ങിങ്. ഞാൻ കൊണ്ടുവരുന്ന ഫുഡും അതുപോലെ കളിപ്പാട്ടങ്ങളും എന്താണ് അവർക്ക് വളരെ ഇഷ്ടമാണ്. ബട്ട് ഓൾ അറ്റ് വൺസ് ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ട്രെയിൻ അങ്ങ് നിന്നുപോയി. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. അവൾക്ക് ചലിക്കാനേ പറ്റുന്നില്ല. ഇവിടെ അവളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷീ എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റിൽ ട്രെയിനെയാണ് കേട്ടോ. ഓ ഡിയർ. ഇനി നെക്സ്റ്റ് പേജ് ആണ്. ഓ ഡിയർ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. ഓ ഡിയർ എന്ന് ലിറ്റിൽ ട്രെയിൻ പറയുകയാണ്. വാട്ട് ക്യാൻ ബി ദ മാറ്റർ. എന്താ പറ്റിയത്? ഷീ ട്രൈഡ് ടു സ്റ്റാർട്ട് അപ്പ് അഗെയിൻ. എന്താ എനിക്ക് പറ്റിയത് എന്ന് പറഞ്ഞ് അവൾ പിന്നെയും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. അവൾ പിന്നെയും അത് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷേ അവളുടെ ചക്രങ്ങൾക്ക് ഒരു കറക്കം പോലും കറങ്ങാനായിട്ട് കഴിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും എന്താണ് അനങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. വി ക്യാൻ ഹെൽപ്പ് സെഡ് ദ ടോയ് അനിമൽസ്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ടോയ് അനിമൽസിനോട് ട്രെയിൻ ചോദിച്ചു. ദ ക്ലൗൺ ആൻഡ് അനിമൽസ് ക്ലൈംബ്ഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. അപ്പോൾ ആ ക്ലൗണും ജോക്കറും അതുപോലെ അനിമൽസും എന്ത് ചെയ്തു? അനിമൽ ടോയ്സ് ആണ് കേട്ടോ. അനിമൽ ടോയ്സും ക്ലൈംബ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങി, ആ ബോഗിയിൽ നിന്ന് ഇറങ്ങി. ദേ ട്രൈഡ് ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. എന്തിന് ശ്രമിച്ചു? ആ ലിറ്റിൽ ട്രെയിനെ തള്ളാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. എന്നിട്ട് എന്താണ്? പക്ഷേ അവൾ അനങ്ങിയില്ല. വി ക്യാൻ ഹെൽപ്പ് ടു സെഡ് ദ ഡോൾസ്. നിങ്ങൾക്ക് കൂടി എന്നെ സഹായിക്കാമോ എന്ന് പാവക്കുട്ടികളോടുകൂടി ചോദിക്കുകയാണ്. ആൻഡ് ദേ ഗോട്ട് ഔട്ട് ആൻഡ് ട്രൈഡ് ടു പുഷ്. അവരും വെളിയിൽ ഇറങ്ങി തള്ളാൻ ശ്രമിച്ചു. സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ്. ഇവരെല്ലാം കൂടെ തള്ളിയിട്ട് പോലും എന്താണ്? ആ ലിറ്റിൽ ട്രെയിന് ഒരു തുള്ളി പോലും അനങ്ങാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. ടോയ്സിനും ഡോൾസിനും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ജസ്റ്റ് ദെൻ എ ഷൈനി ന്യൂ എൻജിൻ കെയിം പഫിംഗ് ഡൗൺ അനദർ ട്രാക്ക്. അപ്പോഴാണ് ഒരു ഷൈനി ന്യൂ എൻജിൻ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ വരുന്നത് ഇവർ കണ്ടത്. മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് അസ് ക്രൈഡ് ദ ക്ലൗൺ. അപ്പോൾ ആ ജോക്കർ വിളിച്ചു പറയാണ്, ചിലപ്പോൾ ആ എൻജിൻ നമ്മളെ രക്ഷിക്കാൻ കഴിയുമായിരിക്കുമെന്ന് വിളിച്ചു പറയുകയാണ്. ഹി ബിഗാൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. അവൻ എന്ത് ചെയ്തു? ഒരു ചുമന്ന കൊടിയെടുത്ത് വീശി. വേവ് എന്ന് പറഞ്ഞാൽ വീശി. ദ ഷൈനി ന്യൂ എൻജിൻ സ്ലോ ഡൗൺ. പെട്ടെന്ന് തന്നെ ഷൈനി ന്യൂ എൻജിൻ എന്താണ്? പതിയെ ആയി. എന്നിട്ട് അത് നിർത്തി. ദ ഡോൾസ് ആൻഡ് ടോയ്സ് കാൾഡ് ഔട്ട് ടു ഹിം. പാവക്കുട്ടികളും കളിപ്പാട്ടങ്ങളും അവനോട് വിളിച്ചു പറയാണ് എന്താണ്? അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. നമ്മുടെ എൻജിൻ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാണ്. ദേ സെഡ്. അവര് പറഞ്ഞു, പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടൈൻ. നിനക്ക് എന്നെ തള്ളി മൗണ്ടൈൻ അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമോ? ഇഫ് യു ഡു നോട്ട് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ഓർ ഗുഡ് ഫുഡ്. നീ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്താണ്? നല്ല ഭക്ഷണവും നല്ല ഫുഡൊന്നും കിട്ടില്ല എന്ന് പറയുകയാണ്. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. ചെറിയ ഫ്രണ്ട്ലി ആയിട്ട് ഷൈനി ന്യൂ എൻജിൻ പറയണം. എന്താ പറയുന്നത്? യു വാണ്ട് മീ ടു പുൾ യു. നിന്നെ ഞാൻ തള്ളാനോ? ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു.
ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. എനിക്കത് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം എന്താണ്? ഐ ക്യാരി പീപ്പിൾ. ഞാൻ എങ്ങനെയുള്ള ട്രെയിനാണ്? മനുഷ്യരെ കൊണ്ടുപോകുന്ന ട്രെയിനാണ്. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്സ്. എൻ്റെ ബോഗിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റിൽ, മൃദുലമായ സീറ്റുകളിൽ അവരെന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. ദേ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോസ്. അവര് വെളിയിലേക്ക് നോക്കി ഇരിക്കുകയാണ്. ദേ ഈറ്റ് ഇൻ എ നൈസ് ഡൈനിങ് കാർ. അവര് അവിടെ ഇരുന്ന് എന്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ദേ എവൻ സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ. അതുപോലെ സ്ലീപ്പിംഗ് ബോഗിയിൽ അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഹൗ ഡെയർ യു ആസ്ക് മീ. എന്ത് വിഡിത്തമാണ് നീ പറയുന്നത്? ദ ഷൈനി ന്യൂ എൻജിൻ വെൻ വിത്തൗട്ട് അനദർ വേർഡ്. വേറെ മറത്തൊന്നും പറയാം. ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഇനി പിന്നെ ഒന്നും പറയാതെ എന്ത് ചെയ്തു? ഷൈനി ന്യൂ എൻജിൻ അവിടെ നിന്ന് പോയി. ഹി സാഡ് ഓൾ ദ ടോയ്സ് ആൻഡ് ഡോൾസ്. ഹൗ. അപ്പം തന്നെ ആർക്ക് വിഷമമായി? ആ പാവക്കുട്ടികൾക്കും കളിപ്പാട്ടങ്ങൾക്കും വളരെയധികം വിഷമമായി. ഇനി ദെൻ ദ ബോയ് ക്ലൗൺ കാൾഡ് ഔട്ട്. പിന്നെയും ടോയ് ക്ലൗൺ വിളിച്ചു പറയാണ്. എന്താണ്? ദർ കംസ് അനദർ എൻജിൻ. ദാ അടുത്തൊരു എൻജിൻ വരുന്നു. എ ബിഗ് സ്ട്രോങ്, ഒരു വലിയ ശക്തനായ ഒരു എൻജിൻ വരുന്നു. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. ചിലപ്പോൾ ഈ എൻജിൻ നമ്മളെ സഹായിക്കുമായിരിക്കും. അഗെയിൻ ദ ക്ലൗൺ വേവ്ഡ് ഹിസ് ഫ്ലാഗ്. പിന്നെയും ആ ജോക്കർ എന്ത് ചെയ്തു? ഫ്ലാഗ് എടുത്ത് വീശി. ദ ബിഗ് സ്ട്രോങ് എൻജിൻ കെയിം ടു എ സ്റ്റോപ്പ്. പെട്ടെന്ന് തന്നെ ആ വലിയ സ്ട്രോങ് എൻജിൻ നിന്നു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് കാൾഡ് ഔട്ട് ടുഗദർ. ടോയ്സും ഡോൾസും കൂടെ, കളിപ്പാട്ടങ്ങളും പാവകളും കൂടെ ഒരുമിച്ച് വിളിച്ച് പറയാണ്. എന്താണ്? പ്ലീസ് ഹെൽപ്പ് അസ് ബിഗ് സ്ട്രോങ് എൻജിൻ. ബിഗ് സ്ട്രോങ് എൻജിനെ നമ്മളെ ഒന്ന് സഹായിക്കൂ. അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്. എൻ്റെ ട്രെയിൻ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. ബട്ട് യു ക്യാൻ പുൾ ആസ് ഓവർ ദ മൗണ്ടെയിൻ. നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയുമോ? അപ്പുറത്തേക്ക് തള്ളി എത്തിക്കാനായിട്ട് കഴിയുമോ? അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്. യു ക്യാൻ പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ. യു മസ്റ്റ് ഹെൽപ്പ് അസ്. നിങ്ങൾ എന്നെ സഹായിച്ചില്ല എങ്കിൽ ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ടു പ്ലേ വിത്ത് ഓർ ഗുഡ് ഫുഡ് ടു ഈറ്റ്. അവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്താണ്? നല്ല ഭക്ഷണം കിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് നല്ല കളിപ്പാട്ടങ്ങളും കിട്ടില്ല. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്. പക്ഷേ ആ ബിഗ് സ്ട്രോങ് എൻജിൻ എന്തിന് തയ്യാറായിരുന്നില്ല? അവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. ഐ ഡു നോട്ട് പുൾ ടോയ്സ്. ഞാൻ എന്താണ്? പാവകളൊന്നും തള്ളില്ല, കളിപ്പാട്ടങ്ങളൊന്നും ഞാൻ കള്ളില്ല. എന്താ പറയുന്നത്? ഹി സെഡ്. അവൻ പറഞ്ഞു. ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. എൻ്റെ ബോഗി നിറയെ എന്താണ്? വലിയ വലിയ ലോഡുകൾ, സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിനാണ് ഞാൻ. ഐ പുൾ ബിഗ് ട്രക്സ്. ഞാൻ വലിയ വലിയ വെയിറ്റുള്ള, അതുപോലെ വലിയ വലിയ സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ കൊണ്ടുവരുന്നത്. ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഒട്ടും തന്നെ സമയമില്ല. ആൻഡ് അവേ പഫ്ഡ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ വിത്തൗട്ട് എ വേർഡ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വേറൊന്നും പറയാതെ ആ ബിഗ് സ്ട്രോങ് എൻജിനും അവിടെ നിന്ന് എന്ത് ചെയ്തു? പോയി. ഇനി അടുത്തതാര് വരുന്നു നമുക്ക് നോക്കാം. ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി. എന്താണ്? ലിറ്റിൽ ട്രെയിന് ഒട്ടും തന്നെ സന്തോഷം ഇല്ല. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വെർ റെഡി ടു ക്രൈ. പാവക്കുട്ടികളും കളിപ്പാട്ടങ്ങളും എന്തിന് തയ്യാറാവുകയാണ്? കരയാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ബട്ട് ദ ക്ലൗൺ കാൾഡ് ഔട്ട്. ഇപ്പോഴും ജോക്കർ വിളിച്ച് പറയാണ്. എന്താണ്? ലുക്ക് ലുക്ക് അനദർ എൻജിൻ ഈസ് കമ്മിങ്. നോക്കൂ നോക്കൂ, മറ്റൊരു എൻജിൻ വരുന്നു. എ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഒരു ചെറിയ ബ്ലൂ എൻജിൻ, നീല കളറിലെ എൻജിനാണ് വരുന്നത്. എ വെരി ലിറ്റിൽ വൺ. ഒരു ചെറിയതാണത്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. ചിലപ്പോൾ ഇത് നമ്മളെ സഹായിച്ചാലോ? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് എ ഹാപ്പി എൻജിൻ. ലിറ്റിൽ ബ്ലൂ എൻജിൻ എങ്ങനെയാണ്? വളരെ സന്തോഷവതിയായിട്ടുള്ള ഒരു എൻജിനായിരുന്നു. ഷീ സാ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്പ്ഡ് അറ്റ് വൺസ്. അവൾ എന്ത് കണ്ടു? ജോക്കർ എന്താണ്? ഫ്ലാഗ് വീശുന്നത് കണ്ടു. അപ്പോഴവൾ എന്ത് ചെയ്തു? ട്രെയിൻ അവിടെ നിർത്തുകയും ചെയ്തു. വാട്ട് ഈസ് ദ മാറ്റർ? എന്നിട്ട് അവൾ ചോദിക്കുകയാണ്. ഷീ ആസ്ക്ഡ് കൈൻഡ്ലി. വളരെ ദയാപരമായിട്ട് അവൾ ചോദിക്കുകയാണ്. എന്താ പറ്റിയത്? ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. ഡോൾസും കരഞ്ഞുകൊണ്ട് പറയാണ്. വിൽ യു പുൾ us ഓവർ ദ മൗണ്ടെയിൻ ഓർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. എന്താണ്? നമ്മുടെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല, നീ ഞങ്ങളെ ഒന്ന് തള്ളി അപ്പുറത്തേക്ക് എത്തിക്കുമോ? ഇഫ് യു ഡു നോട്ട് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. നീ ഞങ്ങളെ സഹായിച്ചില്ല എങ്കിൽ അവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികൾക്കും എന്ത് കിട്ടില്ല? നല്ല ഫുഡും നല്ല കളിപ്പാട്ടങ്ങളൊന്നും കിട്ടില്ല. ജസ്റ്റ് ഓവർ ദ മൗണ്ടെയിൻ. ഈ മലയുടെ അപ്പുറത്തേക്ക് എത്തിച്ചാൽ മതി. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് അസ്. ദയവായി ഞങ്ങളെ സഹായിക്കൂ എന്ന് പറയാണ്. ഓ മൈ ഡിയർ സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്ന് ലിറ്റിൽ ബ്ലൂ എൻജിൻ വിളിക്കുകയാണ്. ഐ ആം നോട്ട് വെരി ബിഗ്. ഞാൻ എന്താണ്? വളരെ വലുപ്പമൊന്നും ഇല്ലാത്തൊരു ചെറിയ
ട്രെയിനാണ്. ആൻഡ് ഐ ഡു നോട്ട് പുൾ ട്രെയിൻസ്. അതുപോലെ തന്നെ എനിക്ക് ട്രെയിനിൽ തള്ളാനൊന്നും കഴിയില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്സ്. ഞാൻ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യാർഡ്സിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടെയിൻ. ഞാൻ ഒരിക്കലും എങ്ങോട്ട് പോയിട്ടില്ല, മലയ്ക്കപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദെയർ ബിഫോർ ദ ചിൽഡ്രൻ വേക്കപ്പ് സെഡ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പം ടോയ്സും ഡോൾസും അതിന് മറുപടി എന്താ പറയുന്നത്, അവിടെയുള്ള കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ എത്തണം. പ്ലീസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ എന്ന് പറയണം. അപ്പം ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് ചെയ്യാണ്, ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. ആ ഡോൾസിനെയും ടോയ്സിനെയും എന്ത് ചെയ്യാണ്, വളരെ ദയാലുവായിട്ട് ആര് നോക്കുകയാണ്, ലിറ്റിൽ ബ്ലൂ എൻജിൻ നോക്കുകയാണ്. ഷീ കുഡ് സീ ദാറ്റ് ദേ വെർ നോട്ട് ഹാപ്പി. അവൾ ശ്രദ്ധിച്ചു എന്താണ്, അവർക്കൊന്നും സന്തോഷം ഇല്ല എന്ന്. ഷീ തോട്ട് അബൌട്ട് ദ ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ് ആ മലയ്ക്കപ്പുറത്തുള്ള കുട്ടികളെ പറ്റി. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ഹാപ്പി ദേ എയ്തർ. എന്താണ്, അവർക്കും നല്ല ഭക്ഷണവും കളിപ്പാട്ടങ്ങളൊന്നും കിട്ടാതെ അവരും എന്താവില്ല, ഹാപ്പി ആവില്ല എന്ന്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് അപ്പ് ക്ലോസർ. ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് ചെയ്തു, അതിനെ തള്ളാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. എന്നിട്ട് എന്ത് ചെയ്തു, ആ ലിറ്റിൽ ട്രെയിനെ എടുത്തു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംബ്ഡ് ബാക്ക് ഇൻ ടു ദെയർ കാർസ്. ഇത് കണ്ടുകൊണ്ട് ആ ടോയ്സ്, കളിപ്പാട്ടങ്ങളും പാവകളും എന്ത് ചെയ്തു, തിരിച്ച് അവരുടെ ബോഗികളിലേക്ക് കയറി. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ്. അവസാനം ലിറ്റിൽ ബ്ലൂ എൻജിൻ പറഞ്ഞു, ഐ തിങ്ക് ഐ ക്യാൻ ക്ലൈംബ് അപ്പ് ദ മൗണ്ടെയിൻ. ഞാൻ ചിന്തിക്കുന്നു എനിക്കത് കഴിയുമായിരിക്കും. ക്ലൈംബ് അപ്പ് ദ മൗണ്ടെയിൻ, മലയ്ക്ക് മുകളിലേക്ക് അപ്പുറത്തേക്ക് എത്താൻ എനിക്ക് കഴിയുമായിരിക്കുമെന്ന് പറയുന്നു. ഐ തിങ്ക് ഐ ക്യാൻ, ഞാൻ ചിന്തിക്കുന്നു എനിക്ക് കഴിയും, ഞാൻ ചിന്തിക്കുന്നു എനിക്ക് കഴിയും. ദെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗാൻ ടു പുൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് ചെയ്തു, തള്ളാൻ വേണ്ടി തുടങ്ങി. ഷീ ടഗ്ഡ് ആൻഡ് ഷീ പുൾഡ്. ടഗ്ഡിന്റെ മീനിങ് തള്ളുക എന്ന് തന്നെയാണ് കേട്ടോ. ഷീ ടഗ്ഡ് ആൻഡ് ഷീ പുൾഡ്. അവള് പിന്നെയും എന്ത് ചെയ്തു, ആ ട്രെയിനെ തള്ളി. ഷീ പുൾഡ് ആൻഡ് ഷീ ടഗ്ഡ്, പിന്നെയും തള്ളുകയാണ്. ഐ തിങ്ക് ഐ ക്യാൻ എന്ത് പറഞ്ഞുകൊണ്ടത്ര, ഞാൻ ചിന്തിക്കുന്നു എനിക്ക് കഴിയും, ഞാൻ ചിന്തിക്കുന്നു എനിക്ക് കഴിയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, ആ ട്രെയിൻ തള്ളുന്നത്. ഷീ സെഡ് സ്ലോലി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ്. പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ദ ഡോൾസ് ആൻഡ് ടോയ്സ് ബിഗാൻ ടു സ്മൈൽ ആൻഡ് ക്ലാപ്പ്. ആ കളിപ്പാട്ടങ്ങളും പാവകളും ചിരിക്കുകയും അതുപോലെ കൈകൊട്ടുകയും ചെയ്യുകയാണ്. അപ്പ് ദ മൗണ്ടെയിൻ വെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ആൻഡ് ഓൾ ദ ടൈം ഷീ കെപ്റ്റ് സേയിങ്. അവള് പതിയെ എന്താണ്, മല കയറുകയാണ്. എന്നിട്ട് ആ മല കയറുന്ന മുഴുവൻ സമയവും അവൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നു, ഐ തിങ്ക് ഐ ക്യാൻ, ഞാൻ ചിന്തിക്കുന്നു എനിക്ക് കഴിയും, ഞാൻ ചിന്തിക്കുന്നു എനിക്ക് കഴിയുമെന്ന് റിപ്പീറ്റ് ചെയ്ത് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പ് ദ ലിറ്റിൽ എൻജിൻ ക്ലൈംബ്ഡ് ആൻഡ് ക്ലൈംബ്ഡ്. അപ്പ് എന്ന് ആരാ പറയുന്നത്, അതിലുള്ള ടോയ്സും ടോയ്സും ഡോൾസും ആണ് പറയുന്നത്. ലിറ്റിൽ എൻജിൻ ക്ലൈംബ്ഡ് ആൻഡ് ക്ലൈംബ്ഡ്. ലിറ്റിൽ എൻജിൻ എന്ത് ചെയ്തു, കയറിക്കൊണ്ടേയിരുന്നു, മല കയറിക്കൊണ്ടേയിരുന്നു. അറ്റ് ലാസ്റ്റ് ഷീ റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. അവസാനം അവൾ എവിടെ എത്തി, ആ മൗണ്ടെയിൻ്റെ മുകളിൽ എത്തി. ഡൗൺ ബിലോ ലേ ദ സിറ്റി. എന്താണ്, അവള് അവിടെ നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയാണ്. ഹുറേ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് അനിമൽസ്. ആ സന്തോഷം കൊണ്ട് കളിപ്പാട്ടങ്ങളും പാവകളും ഹുറേ എന്ന് വിളിക്കുകയാണ്. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി. അവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എന്താണ്, വളരെ സന്തോഷവാന്മാരായി. ഓൾ ബിക്കോസ് യു ഹെൽപ്ഡ് us ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ് ദ ടോയ് ക്ലോൺ. നീ ഞങ്ങളെ സഹായിച്ചത് കൊണ്ടാണ് അവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം സന്തോഷമായതെന്ന് ആര് പറയാണ്, ജോക്കർ പറയാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ജസ്റ്റ് സ്മൈൽഡ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്താണ്, ചിരിക്കുക മാത്രമേ ചെയ്തോളൂ. ഷീ പഫ്ഡ് ഡൗൺ ദ മൗണ്ടൻ. എന്നിട്ട് അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, മല ഇറങ്ങാനായിട്ട് തുടങ്ങി. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സീംഡ് ടു സേ. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഐ തോട്ട് ഐ കുഡ്. എന്താണ്, ഞാൻ ചിന്തിച്ചാൽ എനിക്ക് കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ സ്റ്റോറി. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മെസ്സേജ് എന്തുവാ, ഒരു ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്യുന്നു, സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തുവാണ്, ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ്പ് ആവുന്നു. അപ്പോൾ അവിടേക്ക് ആര് വരുന്നു, ആദ്യം ഒരു
ഷൈനി ന്യൂ എൻജിൻ വരുന്നു, അതെന്ത് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല. അതിൻ്റെ അകത്ത് മനുഷ്യരെ കൊണ്ടുപോകുന്ന ട്രെയിനാണത്. അടുത്തതായിട്ട് സ്ട്രോങ് എൻജിൻ വരുന്നു, അതും സഹായിക്കുന്നില്ല. അതെന്താണ്, വലിയ വലിയ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിനാണ്. എന്നിട്ട് അവസാനം ഒരു ഒറ്റ ബോഗി മാത്രമുള്ള ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഒരു ചെറിയ ട്രെയിൻ വരികയാണ്. ചെറിയ ട്രെയിനിലാണ് സാധാരണ ഒറ്റ ബോഗി മാത്രം കാണുന്നത്. ഒറ്റ ബോഗി ഉള്ളതാണ് ഏറ്റവും ചെറിയ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ആ ട്രെയിൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആത്മവിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് കഴിയും എന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് അത് എന്ത് ചെയ്യുന്നു, ആ മറ്റേ ട്രെയിനെ മലയ്ക്കപ്പുറത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്തുവാണ്, നമ്മളെ കൊണ്ട് ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറ്റില്ല എന്ന് വിചാരിക്കാനേ പാടില്ല. നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഏത് കാര്യം ഏറ്റെടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് കിട്ടാനായിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും സ്റ്റോറി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പം എല്ലാ കൂട്ടുകാരും ചാപ്റ്റർ പഠിക്കുക. താങ്ക്